കറക്റ്റായി യോഗ ചെയ്യുന്നവർക്കും അന്യ ദേഹത്തിൽ പ്രവേശിക്കാനൊക്കെ പറ്റും. അതൊക്കെ സാധിക്കും. പരകായ പ്രവേശം ശ്രദ്ധ വിട്ടാറില്ല, അതെന്ന് പറയില്ലേ. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുകളും ദരിദ്രങ്ങളും വരും. അപ്പൊ എന്ന് നോക്കുമ്പോ എന്താ, ഇവരുടെ ആത്മാവ് അന്തരീക്ഷത്തിലുണ്ട്, ഇവരെന്താ ചെയ്യുന്ന അവർ നോക്കുന്നുണ്ട്. ആത്മാക്കൾ വന്ന് ഭക്ഷിച്ചിട്ട് പോകുന്നതാണ് സങ്കല്പം. അത് പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്നാ പറയുന്നത്. ഒരു കൊല്ലത്തേക്ക് പ്രേതാത്മാവുള്ളൂ, അത് കഴിയുമ്പോൾ പിതൃവാകും. പിതൃവായി കഴിഞ്ഞാൽ പിന്നെ പിതൃനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? 5 തിരിയിട്ട് വിളക്കെത്തിക്കുമ്പോൾ തെക്ക് വശത്ത് ലാസ്റ്റ് എത്തിക്കും. പിതൃഭ്യോ നമ, പിതൃവാണത്. പിതൃവിനെ വിളക്കെത്തിച്ച കുടുംബത്തിന് ഐശ്വര്യമാണ്, ഭയങ്കര ഐശ്വര്യമാണ്. അതിൽ 5 തിരിയിട്ട് വിളക്കെത്തിച്ച് ചുറ്റും പുഷ്പങ്ങളൊക്കെ ഇട്ട്, അതാണ് യഥാർത്ഥ രീതിയിൽ വിളക്കെത്തിക്കുന്നത്. എന്തിനാ വിളക്കെത്തിക്കുന്നത്? ഒരു MLA, അദ്ദേഹത്തിന്റെ പഴയൊരു പ്രണയം, കുട്ടി വേണമെന്ന് അയാൾ ആഗ്രഹിച്ചൊരു കുട്ടി ഉണ്ടാവും, അയാൾ തന്നെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ നാളെ കർമ്മദോഷമായിട്ട് അടിക്കില്ലേ? പിന്നെ ഇരുന്ന് സമാധിയായി. അത് യോഗ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവും, നന്നായിട്ട് യോഗ ചെയ്യുന്നവർക്കൊക്കെ ഇരുന്ന് സമാധിയാവാൻ പറ്റും. ശബരിമലയിലെ അയ്യപ്പൻ അദ്ദേഹം മണിമണ്ഡപത്തിൽ ഇരുന്ന് സമാധിയിൽ ശാസ്താവിലേക്ക് ലയിച്ചു. ദേവിയല്ല, ബ്രഹ്മരക്ഷസാണ്. ബ്രഹ്മരക്ഷസോട് ദേവിയുണ്ട്. ദേവിയെ കൊണ്ടുവന്നത് മുത്തശ്ശനാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ഡോക്ടർ രാജലക്ഷ്മി അമ്മയാണ്. രാജലക്ഷ്മി അമ്മയെ അബാക് മീഡിയയുടെ പ്രേക്ഷകർക്കെല്ലാം പരിചിതയാണ്. അമ്മ ഒരിക്കൽ കൂടി അബാക് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം അമ്മേ, എന്തുണ്ട് വിശേഷം? അബാക് മീഡിയയിലെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അമ്മയെ വിളിക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് അറിയാം. അമ്മ, ഞാനിന്ന് കുറച്ച് സംശയങ്ങളാണ് അമ്മയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മരണശേഷം എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ പറ്റിയൊക്കെ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ നടത്തിയ പല യാത്രകൾ, കണ്ട പല അതിഥികൾ, ഇവരെല്ലാം പറഞ്ഞൊരു കാര്യമാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ മരണം. ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണം, ആ സോള് പിന്നീട് ഈ പറയപ്പെടുന്ന തരത്തിൽ ആ കുടുംബത്തെയും ആ അമ്മയെയും, അല്ലെങ്കിൽ ആ ഉദരത്തിൽ പിന്നീട് ജനിക്കുന്ന ശിശുക്കൾ വളർന്നു വരുമ്പോൾ അവരെയും ഒക്കെ ബാധിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ ആത്മാക്കൾ അത്രയ്ക്ക് വലിയ അപകടകാരികളാണോ? തീർച്ചയായിട്ടും. നമസ്കാരം. ഞാനും ഒരുപാട് ജാതകങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഒരു കുട്ടിയെ നമ്മൾ അബോർഷനാക്കുന്ന വിചാരിക്കാം, അത് ചിലപ്പോൾ അസുഖം, ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതുകൊണ്ടാവാം, ചിലപ്പോൾ വളർച്ചയിലാകും, ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആയാലും, എങ്ങനെയായാലും ചെയ്തു കഴിഞ്ഞാൽ ഈ അടുത്ത് ജനിക്കുന്ന കുട്ടിക്ക് അതൊരു ആപത്തായിട്ടാണ് ഇരിക്കുന്നത്. ഒരു വാള് പോലെ ഇരിക്കും, തലയ്ക്ക് മുകളിൽ ഒരു വാള് കെട്ടി പോലെ ഇരിക്കും. അമ്മയ്ക്കും കുട്ടിക്കും പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്റ്റൈലായിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്, പക്ഷേ തെറ്റാണ്, അതൊക്കെ ചെയ്യാൻ പാടില്ല. ക്രിസ്തീയ സമുദായത്തിന് വിവാഹത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് ഉണ്ട്, അതിൽ കാണിക്കും. നമുക്കതൊന്നും അറിയില്ല. അപ്പോൾ ഒരു അബോർഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഉത്ഭവിച്ചിട്ട് രൂപപ്പെട്ടിട്ട് ആ കുഞ്ഞിനെ നമ്മൾ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണത്. അത് വയറ്റിൽ വെച്ച് അത് ആഗ്രഹിച്ച ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിച്ചാണ്. പല കാര്യങ്ങളും ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ഗർഭശിശുവാനും ചിന്തകളും ബുദ്ധികളൊക്കെ ഉണ്ടാവും. പറയുന്നതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പം പറയില്ലേ പ്രഗ്നൻസി, അതായത് ശാന്തി മുഹൂർത്തം നോക്കിയിട്ട് ആവുന്ന ആൾക്കാരുണ്ട്, അത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ജാതകം അപ്പം തന്നെയാണ് എഴുതുന്നത്, അത് നമ്മൾ എഴുതുന്നത് പിന്നീട് എഴുതുന്നതാ. സാധാരണ കുഞ്ഞ് എപ്പോഴാണോ വയറ്റ് ഉത്ഭവിക്കുന്നത് ആ ടൈമിൽ മാതാപിതാക്കളുടെ ചിന്തകൾ എന്തായിരിക്കും, അതനുസരിച്ചാണ് കുട്ടി ജനിക്കുക. അപ്പോൾ ആ കുട്ടിയെ നമ്മളിപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ഈ കുട്ടി വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലും ആ കുട്ടിയുടെ ജന്മത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും. അതായത് ആഗ്രഹിക്കാതെ പിറക്കുന്ന കുട്ടി. അതെ. ഇപ്പോൾ നമ്മൾ കുട്ടി ഉണ്ടായി, അപ്പോൾ അവർക്ക് അവരുടെ സാമ്പത്തികം കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഇപ്പോൾ അതല്ലേ ഉള്ളൂ, കലഹങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് വേണ്ട എന്ന് വിചാരിച്ചാൽ ഒരു 2-3 പ്രാവശ്യം അടുപ്പിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ ജാതകത്തിൽ തന്നെ പ്രശ്നങ്ങളായിരിക്കും. അത് നമുക്ക് നോക്കുമ്പോൾ അറിയാം. നിങ്ങൾ ഈ കുട്ടിയെ വേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഗർഭസ്ഥ ശിശുക്കളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാപമാണ്, തെറ്റാണ് അതൊക്കെ ചെയ്യണത്. പിന്നെ നിവൃത്തിയില്ല. ഇപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, കുട്ടി വികലാംഗനായിട്ട് ജനിക്കുക, ഇപ്പോൾ അങ്ങനെ ജനിക്കണില്ലല്ലോ, അതൊക്കെ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. സ്കാനൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ കുട്ടിക്ക് കൈയുണ്ടോ കാലുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അത് പാപമാണ്. അതിന് പാപപരിഹാരം ചെയ്യണം. രാമേശ്വരത്ത് പോയി ബലിയിട്ടാൽ ഈ ദോഷം തീരും. രാമേശ്വരത്ത് പോയി മാതാപിതാക്കളുണ്ട്, അല്ലാണ്ട് പാരെയും ജനിച്ച കുട്ടികൾ ചെയ്താലും മതി. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പക്ഷെ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ രാമേശ്വരത്ത് പോകാൻ നോക്കില്ല, കുട്ടിയുടെ ക്യാരക്ടറേ മാറും. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, നല്ല കുട്ടിയായിരിക്കും, ചിലപ്പോൾ വയലൻ്റ് ആയിരിക്കും, ചിലപ്പോൾ സ്വയം മരിക്കാൻ നോക്കും, അല്ലെങ്കിൽ ആരെയും കൊല്ലാൻ നോക്കും. ഇഷ്ടംപോലെ കഥകളുണ്ട് അങ്ങനെ. സ്വയം മരിക്കാൻ നോക്കിയത്, ആരെയും കൊല്ലാൻ നോക്കിയതൊക്കെ ഈ പ്രേതബാധ എന്ന് പറയുന്നതിന്, അതായത് ദുർമതി പ്രേതത്തിൻ്റെ ആ ദോഷമുള്ളത് കൊണ്ടാണ്. ഇപ്പം ഈ തലമുറയ്ക്ക് അബോർഷനാക്കിയത് വേണമെന്നില്ല, മുൻ തലമുറകൾക്ക് ആത്മഹത്യ ചെയ്തവരുടെയും വരാം, അതും സംഭവിക്കാം എന്തായാലും. അപ്പോൾ ഇങ്ങനെ വരുന്ന ദോഷങ്ങൾ തീർക്കാൻ രാമേശ്വരത്ത് പോയി ചെയ്യും, അല്ലെങ്കിൽ പിന്നെ
വേദപണ്ഡിതന്മാരെ കൊണ്ട് രാവായിച്ച് ഉച്ചാടനം ചെയ്യിക്കും. ഓക്കെ. വേദപണ്ഡിതന്മാരെ കൊണ്ട് ഇപ്പോൾ ആണോ പെണ്ണൊന്നും അറിയില്ലല്ലോ നമുക്ക്. വെള്ളിപ്രതിമയിൽ 6.25 തൂക്കം വെള്ളിപ്രതിമയിൽ രാവായിച്ച് ഉച്ചാടനം ചെയ്താൽ ഇത് പൊക്കോളും. അതിനൊക്കെ പൈസ ചിലവുണ്ട്. രാമേശ്വരത്ത് പോയി കർമ്മം ചെയ്യാൻ എത്ര പൈസ വരില്ല. അതാണ് ചെയ്യേണ്ടത്. ഈ ഒരു ജാതകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അബോർഷൻ നടന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതിന് എങ്ങനെയാ? മുമ്പുള്ള അല്ലെങ്കിൽ ദുർമരണം പെട്ട ഒരു വീട്ടിലാണ്. ഇപ്പം ഈ ഇവരുടെ മുമ്പിലുള്ളതായിരിക്കില്ല, തലമുറയ്ക്ക് മുമ്പുള്ളതായിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റും. അച്ഛൻ്റെ വീട്ടിലാണോ, സഹോദര ചൊവ്വയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ, അതായത് മേടൻ രാശിയാണ്. മേടൻ രാശിയിലാണ് ഗുളിക നിൽക്കുന്നത്. ആ ഗുളികനെയാണ് നമ്മൾ ഈ ദുർമതി പ്രേതമായിട്ട് കണക്കാക്കുക. നമ്മുടെ തമിഴന്മാർക്ക് ഗുളിക ഇല്ല എന്ന് പറയും, പക്ഷെ ഗുളികനുണ്ട്. അപ്പോൾ ദൈവമല്ലേ അത് വേറെ, അത് അങ്ങടേക്ക് ദൈവമായിട്ടുള്ള ഇത് ജാതകത്തിലൊക്കെ ദൈവമല്ല, അത് ദുർമതി പ്രേതത്തിനെ സൂചിപ്പിക്കുന്ന. അപ്പോൾ അത് മായെന്നെഴുതും, മാ എന്ന് പറഞ്ഞാൽ മന്ദൻ. അപ്പോൾ അതിൻ്റെ അധിപതി ചൊവ്വ ഈ ആളുടെ കൂടെ നിൽക്കണമെന്ന് വയ്ക്കുക. ലഗ്നത്തിൽ നിൽക്കണമെങ്കിൽ ആ ആളുടെ വിവാഹം നടക്കുക, ജോലി കിട്ടുക, എല്ലാം പ്രശ്നമായിരിക്കും. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസവും പഠിപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ സംഭവം എല്ലാത്തിനും തടസ്സമാണ്. അപ്പോൾ എന്ത് ചെയ്യും? മാത്രമല്ല അമ്മയെ കാണാൻ പറ്റില്ല. അമ്മയോട് ദേഷ്യമായിരിക്കും ഇങ്ങനത്തെ വ്യക്തികൾക്ക്, സ്വന്തം മാതാക്കളോട് ദേഷ്യമായിരിക്കും. അപ്പോൾ ഇവർ പറയും എന്താണ് എൻ്റെ കുട്ടിക്ക് ഞങ്ങളെ കണ്ടുകൂടാ, എന്താ കാരണം ചോദിക്കും. അത് ആ ദശ വരുമ്പോഴാണ് കൂടുതലായിട്ടും. ഏത് ആളാണോ മരിച്ചാൽ ആ ദേഷ്യം കൂടി വരുമല്ലോ, അപ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പറയും ഇങ്ങനെ നിങ്ങൾ അബോർഷൻ ആക്കിയെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഇല്ലയെന്ന് പറയും, പക്ഷെ ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ദോഷമാണ്. അപ്പോൾ രാമേശ്വരത്ത് പോയി കർമ്മം ചെയ്യാൻ ഈ താഴെയുടെ കുട്ടി തയ്യാറല്ലെങ്കിലോ, അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വേദപണ്ഡിതന്മാരെ കൊണ്ട് അത് മാറ്റിക്കാൻ പറയും. അങ്ങനെ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അതായത് ഒരു കുട്ടി ഉദരത്തിൽ ജന്മം കൊള്ളുന്നു, അതിൻ്റെ അച്ഛനും അമ്മയും കാരണം എന്തോ ആയിക്കൊള്ളട്ടെ അതിനെ വേണ്ട എന്ന് വെക്കുകയാണ്. പിന്നീട് ഒരു കുട്ടി ജനിച്ചു, അവർ പ്ലാൻ ചെയ്തൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സൗകര്യങ്ങൾ, നല്ല പഠനം, അവരുടെ സന്തോഷം, ഇതെല്ലാം ആ ആത്മാവ് കാണുന്നുണ്ട്. സങ്കടം വരും. ആ സങ്കടമാണ് ഈ വൈരാഗ്യമായിട്ട് മാറുന്നത്. അങ്ങനെ ആയിരിക്കുമോ? സത്യമാണത്. ആത്മാക്കൾക്ക് വികാരങ്ങളുണ്ടോ? ആത്മാക്കൾക്ക് വികാരങ്ങളുണ്ടെന്ന് വെച്ചാൽ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ആത്മാവ് നശിക്കില്ല. മനുഷ്യൻ മരിച്ചാലും ആത്മാവ് ഉണ്ടാവും. ഇപ്പം ഞാനൊരു ഇതിൽ പുസ്തകത്തിൽ വായിച്ചാണ് പണ്ട്. അപ്പോൾ ആത്മാവ് ഇലകളിൽ ജലാംശം, അന്തരീക്ഷത്തിൽ ജലാംശമായിട്ടായിരിക്കും. ഇലയില അന്തരീക്ഷ ജലാംശമായിട്ടിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല, അദൃശ്യമായിരിക്കും അത്, പക്ഷെ അവർക്ക് നമ്മളെ കാണാം. ഇപ്പോൾ നമ്മൾ പറയില്ലേ മരിച്ചിട്ട് ഞാൻ ശ്രാദ്ധം വിട്ടാറില്ല എന്ന് പറയില്ലേ, പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുകളും ദരിദ്രങ്ങളും വരും. അപ്പോൾ എന്താ നോക്കുമ്പോൾ എന്താ അച്ഛൻ്റെ കോപം, അമ്മയുടെ കോപമൊക്കെ ആയിരിക്കും. കാരണം എന്താ? ഇവരുടെ ആത്മാവ് അന്തരീക്ഷത്തിലുണ്ട്, ഇവരെന്താ ചെയ്യുന്നത് അവർ നോക്കുന്നുണ്ട്. മരിച്ചവൻ ഒരിക്കലും നമ്മുടെ ബന്ധുവല്ല, ശത്രുവാണ്. എത്ര ഇഷ്ടമുള്ളവർ മരിച്ചാലും അവർ ശത്രുവാ, ബന്ധുവല്ല. അവരവരുടെ കൂട്ടത്തിൽ നോക്കുള്ളൂ. കൂട്ടത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ അർത്ഥം. മരിക്കാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഒരു മനുഷ്യനും ഒരാൾക്കും മരിക്കും, ഒരു ജീവിക്കും മരിക്കാൻ ഇഷ്ടമല്ല. ആത്മാവ് മിത്രമായതുകൊണ്ടാണല്ലോ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഇവര് നമ്മളെ കൊണ്ടുപോകാനാണ്. അവരെ മിത്രമായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് പോവുകയല്ലേ, നമ്മുടെ ജീവിതം പോയില്ലേ. നമ്മുടെ പ്രോസ്പെക്റ്റീവിലാണ് ശത്രു, അവരുടെ പ്രോസ്പെക്റ്റീവിൽ മിത്രമാണ്. അവരെ കൂട്ടത്തിൽ നോക്കും. പക്ഷെ നമുക്ക് ഈ സുഖാനുഭവങ്ങൾ ജീവിതമൊക്കെ പോവുകയാണ്, നമ്മൾ ബാഹ്യമായി കാണുന്ന എല്ലാം പോവുകയല്ലേ. അപ്പം നമുക്കൊരു വിഷമമുണ്ടാവും. എത്ര മനുഷ്യനായാലും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആത്മഹത്യ ചെയ്യുന്ന ആ നിമിഷത്തിൽ വെച്ചിരിക്കും വേണ്ടാന്ന്, പക്ഷെ അത് സംഭവിച്ചു പോകും. അതാണ് സംഭവം. അപ്പം ഈ എന്നോട് പറഞ്ഞ ആൾ തന്നെ എന്നോട് പറഞ്ഞു, അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്താ പോംവഴി എന്ന് ചോദിച്ചു. പോംവഴികൾ ഒരുപാടാണ്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോംവഴി, ഇപ്പോൾ ഒരു വസ്ത്രം എടുക്കും, ഒരു കർച്ചീഫെങ്കിലും അവന് അല്ലെങ്കിൽ അവൾ ആരോ ആയിക്കൊള്ളട്ടെ, മരണപ്പെട്ടു പോയ ആ കുട്ടി ഉണ്ടല്ലോ, ജനിക്കാതെ പോയ ആ കുട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങുക. നല്ല ആഹാരം കഴിക്കുമ്പോൾ ഒരു 2 കഷ്ണം സങ്കല്പം വെച്ച് മാറ്റി വെക്കുക. ആഘോഷങ്ങളിൽ ഒരു ഇലയിട്ട് വിളമ്പുക. ഇത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ തറവാടുകളിൽ കണ്ടിട്ടുണ്ട്, ആദ്യം വിളക്കിന്റെ മുന്നിൽ ഇലയിട്ട് വിളമ്പും. അത് ഗണപതിക്ക് വിളമ്പുന്ന അല്ലാണ്ട് വിളമ്പും. അപ്പോൾ പറയും മാവേലിക്കാണ്, അപ്പൂപ്പനാണെന്നൊക്കെ പറയും. അപ്പോൾ പക്ഷേ ഈ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്കായിരിക്കും അല്ലേ? അതെ. നമ്മളിപ്പോൾ തറവാടുകളിലൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഓണം വിഷു ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പൊന്നും നോക്കില്ല, വിളമ്പണതല്ലേ ഇവർക്ക്, ദൈവത്തിന് വിളമ്പുന്നതല്ലേ. എന്നിട്ട് ഇല വെച്ചിട്ട് എത്ര ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഉപ്പ് പോലും നോക്കുന്നതിന് മുമ്പ് വിളമ്പും. ഉപ്പ് നോക്കില്ല. അപ്പോൾ കറിക്ക് ഉപ്പ് ഒക്കെ ഉണ്ടായിരിക്കും, ആ കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവും നന്നായിരിക്കും. എന്നിട്ട് ഇലയൊക്കെ വെച്ച് വിളമ്പി നമ്മളെ വെള്ളം ഇതൊക്കെ വെച്ച് പിന്നെ ഗണപതിക്കും വെക്കും കേട്ടോ. പിന്നെ മരിച്ചുപോയ കാരണവർക്ക് ഈ ഭസ്മം വസ്ത്രമൊക്കെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് വാതിലടയ്ക്കും. വാടിച്ചെല്ലാവരും പുറത്തിറങ്ങും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വാതിൽ കൊട്ടിയിട്ട് കയറുള്ളൂ. അപ്പോൾ സമ്പ്രദായം ഇതാണ് കാരണം.
ആത്മാക്കൾ വന്ന് ഭക്ഷിച്ചിട്ട് പോകുന്നതാണ് സങ്കല്പം. ആ, അത് പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. ശരി. ഇന്നിന്റെ കാലത്ത് അബോർഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ പ്രൊസീജിയർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എറണാകുളത്ത് വലിയ വലിയ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ എറണാകുളത്തൊക്കെ പഠിക്കുന്ന ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ, മക്കളുള്ള മാതാപിതാക്കൾ ഏറെ സങ്കടപ്പെടും. കണക്കൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ വലിയ വിവാദങ്ങൾ, രാഷ്ട്രീയ കേരളത്തിൽ പോലും വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ഒരു MLA, അദ്ദേഹത്തിന്റെ പഴയൊരു പ്രണയം, ഒരു കുട്ടി ഉണ്ടാവുന്നു, കുട്ടി വേണമെന്ന് അയാൾ ആഗ്രഹിച്ചൊരു കുട്ടി ഉണ്ടാവുന്നു, അയാൾ തന്നെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ നാളെ കർമ്മദോഷമായിട്ട് അടിക്കില്ലേ? പിന്നെ അത് നെക്സ്റ്റ് ജനറേഷനിൽ ഇവരനുഭവിക്കും, ഈ ജനറേഷനിൽ അനുഭവിക്കും. ഇതൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടേ പോകുള്ളൂ. നമ്മൾ എന്തൊക്കെ ഗുണം ചെയ്താലും ദോഷം ചെയ്താലും. പണ്ട് കാണുമ്പോൾ സ്വർഗത്തിൽ പോവും, നരകത്തിൽ പോവും, ഒരു വർക്ക് അതൊന്നും ഇല്ല. അപ്പം ഞാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിലിട്ട് എണ്ണയിലിട്ട് വറക്കും നമ്മളെന്നൊക്കെ, എന്നിട്ട് ജീവൻ കൊടുക്കും. അപ്പോൾ പക്ഷെ അതൊന്നും അല്ല, ഈ ഭൂമിയിൽ തന്നെ നമ്മൾ അനുഭവിച്ചിട്ട് എല്ലാം ഭൂമി തന്നെയാണ്. ഇതൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ മരിക്കുള്ളൂ. നല്ലത് ചെയ്യുന്നവൻ നന്നായിട്ട് മരിക്കും. മരിക്കണേ ഇപ്പം നമ്മുടെ ജാതകത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ എഴുതിയേക്കണതാ. എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും, എപ്പോൾ മരിക്കും എന്നൊക്കെ നമ്മുടെ ജാതകത്തിലുണ്ടാവും. വെള്ളത്തിൽ പോയി മരിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് മരിക്കോ എന്നൊക്കെ നമ്മുടെ ജാതകത്തിലുണ്ടാവും. അത് നമ്മൾ പറയില്ല. ജനിച്ച സമയം കൃത്യമാണെങ്കിൽ മരണസമയം കൃത്യമായിട്ട് അറിയാൻ പറ്റും. എൻ്റെ അച്ഛൻ മരിക്കും, അച്ഛനെ കുറച്ച് ദിവസം അറിയാം. അച്ഛൻ മരിക്കുമ്പോൾ പറഞ്ഞു ഞാനിന്ന് 1:30 ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. സുഖമില്ലാതെ കഴിക്കുക. അപ്പം നമ്മൾ വെച്ച് ഈ സുഖമില്ലാത്ത ആളെങ്ങനെ പോകണേ, എനിക്ക് 17 വയസ്സുള്ളൂ, അത്ര വിവരമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാവരും ഊണ് കഴിക്കാൻ പറഞ്ഞു. വന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അച്ഛന് ഭക്ഷണം കൊടുക്കാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും ഒന്നും കഴിക്കാൻ പറ്റില്ല, കുറച്ചൊന്ന് കഴിച്ചു. അത് 1:30 ആയപ്പോൾ ആൾ കണ്ണടച്ചു. ഒരു ഇതും കണ്ടില്ല, ഒരു സിംറ്റംസും കണ്ടില്ല. കുറച്ച് കഴിയുമ്പോൾ വിളിച്ചപ്പോൾ ആളാനങ്ങണില്ല. അപ്പോൾ പുള്ളി പ്രാർത്ഥിക്കണ ആളാണ്, നല്ല ദേവി മഹാത്മൊക്കെ വായിക്കണ പ്രാർത്ഥിക്കണ ആളായിരുന്നു. ഞാൻ അതുപോലെ എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, അമ്മയുടെ അമ്മാവൻ സ്വാമിയാണ്, ശാന്താനന്ദ തീർത്ഥ സ്വാമികൾ. അദ്ദേഹം ഇരുന്ന് എല്ലാവരും പറഞ്ഞു ഇന്ന് ഞാൻ രാത്രി 12 മണിക്ക് പോകാട്ടോന്ന്. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നോക്കിയിരുന്നപ്പോൾ നമ്മളൊന്നും കണ്ടില്ല. നമ്മളൊക്കെ 12 മണി എന്നുള്ള ഉറങ്ങണ സമയമാവും. കണ്ണൂർ ചുറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൊട്ടപ്പോൾ ഇദ്ദേഹം വീണു കഴിച്ചിരിക്കുകയായിരുന്നു. ഇരുന്ന് സമാധി. അത് യോഗ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവും. നന്നായിട്ട് യോഗ ചെയ്യുന്നവർക്കൊക്കെ ഇരുന്ന് സമാധിയാവാൻ പറ്റും. സമാധിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതെ, കറക്റ്റായി യോഗ ചെയ്യുന്നവർക്കും അന്യ ദേഹത്തിൽ പ്രവേശിക്കാനൊക്കെ പറ്റും. അതൊക്കെ സാധിക്കും, പരകായ പ്രവേശനം. അതുപോലെ കഴിഞ്ഞ ദിവസം ഈ ശബരിമലയെ ബന്ധപ്പെട്ട എപ്പിസോഡുകൾ ആ ബാക്കിൽ പോകുമ്പോൾ അതിൽ പറയുന്നുണ്ട് ശബരിമലയിലെ അയ്യപ്പൻ അദ്ദേഹം മണിമണ്ഡപത്തിലിരുന്ന് സമാധിയിൽ ശാസ്താവിലേക്ക് ലയിച്ചു, ശബരിമല ശാസ്താവിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഈ മരണശേഷം നമ്മൾ ഭൗതികാവശിഷ്ടങ്ങളുടെ കഷ്ണങ്ങൾ എടുത്ത് മൺകുടത്തിലാക്കി പ്ലാവിന്റെ മുട്ടിൽ കുഴിച്ചു വെക്കുന്നത് പണ്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം അതില്ല. ഇപ്പൊ കുഴിച്ചിട്ടിട്ട് ഒരു 6-7 ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോയി ഒഴുക്കി കുഴിച്ചിട്ട് ഞങ്ങളൊക്കെ നാട്ടിൽ ഇപ്പോഴും കുഴിച്ചു വെക്കുന്നുണ്ട്. അതെല്ലേ, മണ്ണ് സഞ്ചയനത്തിന്. ഇപ്പൊ അസ്ഥിയിലത പറക്കാൻ ഇലക്ട്രിക് അത് എറണാകുളത്ത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും 7-ന്റെ അന്ന് സഞ്ചയനത്തിന് തലഭാഗത്തുനിന്നും നെഞ്ചുഭാഗത്തുനിന്നും കാലുഭാഗത്തും അസ്ഥി എടുത്ത് പാലിലും ഇളനീരിലും വെള്ളത്തിലും കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിത്തി മൺകുടത്തിൽ കെട്ടി അത് പ്ലാവിന്റെ മൂട്ടില് മണ്ണില് ഒഴിച്ചിട്ട് ദീപം വെക്കും. 16-ാം ദിവസം ഒഴുക്കി കളയില്ലേ? 16-ാം ദിവസം ഇത് ഒഴുക്കി കളയും, കൊണ്ടുവന്ന് ഒഴുക്കും. ചിലർ 1 വർഷം വരെ വെച്ച് വിളക്ക് കത്തിക്കും. അത് ബുദ്ധിമുട്ടാ. 16 ദിവസം ഒഴുക്കി കളയാൻ നല്ലത്. അങ്ങനെയാണോ? അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമുണ്ട്, നമുക്ക് പേടിക്കണ്ട. അതിനെ ഓരോരുത്തർ പറയുന്നത് പിന്നെ കാരണവന്മാരുടെ അസ്ഥിത്തറയില് ഒരു അന്ത്യത്തിരി കൊളുത്താൻ പോലും ആളില്ലാത്തത് കൊണ്ടാണ് ഇതിനെ നേരത്തെ കൊണ്ടുപോയി ഒഴുക്കി കളയുന്നത്. അത് ചിട്ടയായിട്ട് കൊളുത്താൻ വേണ്ടി ആള് വേണ്ടേ? ശരിയല്ലേ? അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പ്ലാവിൻ്റെ വീട്ടില് അത് അമ്മുമ്മ, ഇത് മറ്റോരെ മറിച്ചോരെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടായില്ല, ദ്രവിച്ചു പോയി കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി, കത്തിക്കാതെ വിളക്കത്തിക്കാതൊക്കെ പറയുമ്പോൾ. ഇത് ഒരുപാട് കാലം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ വേറെ എന്തെങ്കിലും ദോഷം? വെച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നില്ല. ഒരു കൊല്ലം കഴിയുമ്പോൾ ആത്മാവ് പിതൃവാകും. 1 കൊല്ലത്തേക്ക് പ്രേതാത്മാവുള്ളൂ, അത് കഴിയുമ്പോൾ പിതൃവാകും. പിതൃ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിതൃനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? പിതൃ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ് പിതൃ. അതല്ലേ നമ്മൾ വിളക്കത്തിക്കുമ്പോൾ തെക്കോട്ട് വിളക്കത്തിക്കുന്നത് എന്തിനാ? 5 തിരിയിട്ട് വിളക്കത്തിക്കുമ്പോൾ തെക്ക് വശത്ത് ലാസ്റ്റ് എത്തിക്കും. പിതൃഭ്യോ നമഃ, പിതൃവാണത്. പിതൃവിനെ വിളക്കെത്തിച്ച കുടുംബത്തിന് ഐശ്വര്യ, ഭയങ്കര ഐശ്വര്യമാണത്. അപ്പം പിതൃസങ്കല്പത്തിൽ വിളക്ക് കത്തിക്കാം, 5 തിരിയിട്ട് വിളക്ക് കത്തിക്കാം. അല്ല, നമ്മൾ 5 തിരിയിട്ട് ഭദ്രദീപം കത്തിക്കൂലോ? ഭദ്രദീപം. എനിക്ക് സംശയം ഞാൻ ചോദിച്ചോട്ടെ, അത് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ 1 തിരിയാണോ 2 തിരിയാണോ 5 തിരിയാ നല്ലത്? 5. എല്ലാ വീട്ടിലും അത് സാധ്യമല്ല. പിന്നെ സാധിക്കുന്ന കുഴപ്പം 1/2 മണിക്കൂർ കത്തിച്ചാൽ പോരെ? അത്ര സാമ്പത്തികമില്ലാത്ത ആരും ഇല്ലേ ഇപ്പോൾ? 5 തിരിയാണ് നിലവിളക്കാണെങ്കിൽ 5 തിരിയണം. നിലവിളക്കാണെങ്കിൽ 5 തിരിയണം. പിന്നെ ഏത് വിളക്കാല്ലാതെ? അല്ലാതെ ഞങ്ങളൊക്കെ ഓഫീസിലൊക്കെ കത്തിക്കുന്ന ഓഫീസ് വേറെ, വീട്ടില് മുൻവശത്ത് നിലവിളക്ക് കത്തിച്ച് വെക്കണം. ഒരു തട്ടത്തിൽ നിലവിളക്ക് വെച്ച് അതിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ചുറ്റും പുഷ്പങ്ങളൊക്കെ ഇട്ട്, അതാണ് യഥാർത്ഥ രീതിയിൽ വിളക്ക് കത്തിക്കുന്നത്. എന്തിനാ വിളക്ക് കത്തിക്കുന്നത്? വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞാൽ പഴയ അജ്ഞാനത്തെ കളഞ്ഞ്
ജ്ഞാനം വരാം. അതായത് നമുക്ക് വീട്ടിൽ ഐശ്വര്യം വരാൻ. ചിലർ പിശുക്കിയിട്ട് ലൈറ്റ് ഇടില്ല, ഇതുപോലത്തെ ചെറിയ ലൈറ്റൊക്കെ ഇടും. അങ്ങനെ പാടില്ല. മുൻവശത്ത് എപ്പോഴും നല്ല പ്രകാശം വേണം. പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് മൂലയിലൊക്കെ നല്ല പ്രകാശം വേണം. പ്രകാശം വേണമെങ്കിൽ ദൈവിക ചൈതന്യം വരുള്ളൂ. പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരാൻ. അതിനാണ് വിളക്ക് കത്തിക്കുന്നത്. ആ വിളക്കിൻ്റെ ആ തട്ടത്തിൽ ഒരു ശകലം കർപ്പൂരമായിട്ട് കത്തിച്ചാൽ നമ്മുടെ അച്ഛൻ്റെ വഴി അമ്മ വഴിയുള്ള പരദേവത അനുഗ്രഹിക്കും നമ്മളെ. അപ്പോൾ ആ പരദേവതയുടെ ദോഷം വരില്ല. എല്ലാ ദിവസവും നിലവിളക്ക് കത്തിക്കുന്നതിനൊപ്പം ഒരു കഷ്ണം കർപ്പൂരം കൂടി കത്തിക്കുന്നത് നല്ലതാ. ഐശ്വര്യം ലഭിക്കാൻ, പരദേവതകളുടെ അനുഗ്രഹം കിട്ടാൻ, മാതാപിതാക്കളുടെ പരദേവയുടെ അനുഗ്രഹം കിട്ടാൻ. ഇപ്പോൾ ചില കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പറയാറുണ്ട് ഇത് ബ്രഹ്മരക്ഷസാണ്, യോഗീശ്വരനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്നോട് തന്നെ ഒരാൾ, എൻ്റെ വീഡിയോയിൽ കാണുന്ന ആരാണെന്നൊന്നും എനിക്കറിയില്ല, ഒരാൾ വിളിച്ചു ചോദിച്ചു, രോഹിതിൻ്റെ മുത്തച്ഛന്മാരാൽ സ്ഥാപിക്കപ്പെട്ട, അമ്മയുടെ കാരണവന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ടോ, അവിടെ ഒരു യോഗീശ്വരനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താണ് ഈ യോഗീശ്വരനും ബ്രഹ്മരക്ഷസും? യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ നല്ല ഭക്തിയുള്ള ആളായിരിക്കും. അത് അദ്ദേഹം പൂജയൊക്കെ ചെയ്ത് അതിലേക്ക് ലയിച്ചു പോണ ആളായിരിക്കും. സമാധിയാവുന്ന ആളുകളാണോ? സമാധിയല്ല, അല്ല, സമാധിയൊന്നുമല്ല, സങ്കല്പമാണ്, കാരണവ സങ്കല്പമാണല്ലേ. എൻ്റെ അമ്മയുടെ അച്ഛൻ ക്ഷത്രിയനായിരുന്നു. അദ്ദേഹമാണ് ദേവിയും കൊണ്ട് വന്നത് ഇവിടെ. അന്നൊക്കെ സംബന്ധമൊക്കെയാണല്ലോ. അപ്പം അമ്മമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അമ്മമ്മ സുന്ദരിയായിരുന്നാ പറഞ്ഞത്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അദ്ദേഹം അമ്മയുടെ അമ്മയല്ലേ അപ്പൊ സുന്ദരിയായിരിക്കും? എൻ്റെ അമ്മമ്മ, അതാ പറഞ്ഞത്, അമ്മയുടെ രാജലക്ഷ്മി അമ്മയുടെ ഞാൻ സുന്ദരിയല്ല. അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പം അദ്ദേഹത്തിന് പ്രായമുണ്ട്. പണ്ട് പ്രായമൊന്നും പ്രശ്നമല്ലല്ലോ, ഇതുപോലെ 2-3 വയസ്സല്ല വ്യത്യാസമൊന്നും. അപ്പോൾ അത് അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ ദേവിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു മുല്ലത്തറയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും അറിയില്ല. എല്ലാ കൊല്ലവും ദേവിക്ക് വഴിപാട് കഴിക്കും. അങ്ങനെ ആ മുല്ലത്തറയിൽ നിന്ന് ആ ദേവി എടുത്ത് മാറ്റി, എൻ്റെ ബ്രദർ മാറ്റി വേറൊരു അമ്പലത്തേക്ക് ഇട്ടു. പക്ഷെ നമുക്ക് അവിടെ പ്രകാശം കാണുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. ഞാൻ അന്ധവിശ്വാസം ഞാൻ കാണുന്നതാണ് അവിടെ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പം നമ്മളിങ്ങനെ ജ്യോത്സ്യൻ്റെ അടുത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ പരദേവത പോയിട്ടില്ല, അലഞ്ഞു വിഷമിച്ചിരിക്കുക. ഇന്നല്ല, ഞാൻ ചെറുപ്പത്തില് ഒരു 22 വയസ്സൊക്കെ ഉള്ളൂന്ന്. ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ജ്യോത്സ്യം പഠിച്ചത്, ഇപ്പം പിന്നെ പോയിട്ടില്ല. അന്ന് 10-22 വയസ്സേ ഉള്ളൂന്ന്. അപ്പോഴാണ് നോക്കാൻ പോയത്. നോക്കി കഴിഞ്ഞപ്പോൾ 22 വയസ്സായിട്ടില്ല അന്ന്. ഞാൻ ഡിഗ്രി പഠിക്കുന്നു. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ അവിടെ ബ്രഹ്മരക്ഷസായിട്ടിരിക്കുന്നുണ്ടെന്ന് എൻ്റെ മുത്തശ്ശൻ. പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചെറിയ പ്രായമല്ലേ, എന്ത് ചെയ്യാനൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരെ പ്രാർത്ഥിക്കും. ദേവിയല്ല, ബ്രഹ്മരക്ഷസോട് ദേവിയുണ്ട്. ദേവിയെ കൊണ്ടുവന്നത് മുത്തശ്ശനാണ്. അപ്പം 2 പേരും അവിടെ ഉണ്ട്. നാഗവും ഉണ്ട്. നാഗത്തിന് അവിടെ ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇതൊന്നും വിശ്വാസമൊന്നുള്ള ആളല്ല, എനിക്ക് വേണ്ടി ചെയ്തു. ഇപ്പം അത് പിന്നെ നല്ല ഐശ്വര്യങ്ങളുണ്ടായി. അവിടെയാണോ അമ്മ പൂജകളൊക്കെ ചെയ്യുന്നത്? അല്ല, പൂജ ചെയ്യാറില്ല. കൊല്ലത്തിലേക്ക് തിരുമേനി വന്ന ചെയ്യാം. പൂജയൊക്കെ ഞാൻ പൂജാമുറിയില്ല, ഞാൻ എൻ്റെ രീതിയിൽ ചെറിയ പൂജകളൊക്കെ. എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വന്നത്. ശ്രീവിദ്യ വസ്ത്രമൊക്കെ കിട്ടിയതൊക്കെ അത് കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ അവിടെ കൊല്ലത്തിലൊരിക്കൽ നമ്മൾ കടുംപായസം ഒക്കെ വെച്ച്, അപ്പോൾ ഡേറ്റ് വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ തലമുറകൾക്ക് ഇത് അറിയില്ലല്ലോ ഡേറ്റ്. അതായത് March 8 വനിതാ ദിനം. അത് മറക്കൂലല്ലോ, അതിന് മക്കളൊന്നും മറക്കില്ലല്ലോ. അപ്പം അങ്ങനെ വെച്ചാൽ പുരുഷദിനം ആർക്കും അറിയില്ല. ഞാൻ മറക്കത്തില്ല, എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് പുരുഷദിനം, അതുകൊണ്ട് ഞാൻ മറക്കില്ല. അതെ അല്ലേ, പുരുഷദിനം ഉണ്ടോ അങ്ങനെ ഒന്ന്? പിന്നെ അറിയാതാ ഡേറ്റ്? November 19 പുരുഷദിനം. അന്ന് എന്തൊരു ദിവസം ഉണ്ടല്ലോ, ഒന്ന് ആരുടെയോ ബർത്ത്ഡേ അല്ലേ? അന്ന് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം കൂടിയാണ്. ഇന്ദിരാഗാന്ധി ജനിച്ച ദിവസമാണ് എന്റെ ഭാര്യയും ജനിച്ചത്. അത് ഞാൻ മറന്നു. 9/11. അപ്പോൾ നല്ല മിടുക്കത്തിയാണല്ലോ ആള്, നല്ല സ്ട്രോങ് ആണല്ലോ. കാരണം ഒന്നല്ലേ നമ്പർ 9, 10, 1 സൂര്യൻ. ന്യൂമറോളജി സൂര്യനാണ്. സൂര്യ തേജസ്സും സൂര്യനെ പോലെ കഴിവുള്ള ആളായിരിക്കും, ആണല്ലോ ഇന്ദിരാഗാന്ധി. കേക്കണ്ടവള് 6 വന്നാലോ? 6 ശുക്രൻ, ഭാഗ്യവാൻ, സുഖീകൻ, സുഖമായിട്ട് ജീവിക്കും. വലിയ പാടാ, കഷ്ടപ്പെട്ട ഒന്നുമില്ല, സുഖം, നല്ല ഭക്ഷണം, ഭക്ഷണത്തിന് നല്ല വസ്ത്രം പോരെ, വാഹനം. ശുക്രനല്ലേ 6, വസ്ത്രമുണ്ട്, വാഹനമുണ്ട്. പിന്നെ ടെൻഷൻ ഉണ്ടാവും ചില സമയത്ത്, എന്നാലും നല്ലതാ. ഉയർച്ച ഉണ്ടാവുള്ളൂ, താഴേക്ക് പോവില്ല. ഈ പരദേവതകൾക്ക് പൂജ ചെയ്യേണ്ടത് കുടുംബക്കാരാണോ ബ്രാഹ്മണന്മാരാണോ? കുടുംബക്കാരാണ് ചെയ്യേണ്ടത്. പക്ഷെ കുടുംബക്കാർക്ക് പൂജാ വിധികളൊക്കെ അറിയണ്ടേ, പഠിക്കേണ്ടതൊക്കെ. എങ്കിലും ഇപ്പം നമ്മള് കുടുംബദേവതയാണ്, അവിടെ മന്ത്രത്തിനൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും? അവിടെ ചെന്ന് ദേവി അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരു പൂ വെച്ചാൽ പോലും മതി, അത് പൂജയാവും. അതെ. ഇന്ന് കുടുംബക്ഷേത്രങ്ങളെല്ലാം പക്ഷെ നമ്മൾ ഈ പ്രതിഷ്ഠിക്കണത് എന്താ പറയുന്നത്, ബ്രാഹ്മണരിൽ പ്രതിഷ്ഠിക്കുക. നമ്മുടെ പൂജാമുറിയിലെ പൂജയ്ക്ക് നമ്മൾ പൂജ ചെയ്താൽ മതി, വേറെ ആരും വരണ്ട. ഗണപതി ഹോമം ചെയ്യുക, എല്ലാം ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ
മുല്ലത്തറ അതുപോലെയൊക്കെ പ്രതിഷ്ഠകൾ നടത്തി കഴിഞ്ഞാൽ അത് അവർ പടിത്തറ എഴുതി വെക്കും. എഴുതി വയ്ക്കും. അതാണ് പ്രശ്നം. അത് തന്ത്രി പിതാവായി മാറി, പിന്നെ രക്ഷയില്ല. അതെ, ഇത് നമ്മളല്ല പിതാവ്. അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ നമ്മളൊരു വിളക്ക് കത്തിച്ച് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നല്ല കാര്യം പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കും. അത് ഓക്കെ.